ലിമയിലെ സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ് ഞാൻ. രാവിലെ കുറേ സ്ഥലങ്ങളിൽ ചുറ്റി നടന്ന ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തെരുവിൽ ടൂറിസ്റ്റുകളുടെ പ്രവാഹം. ഞായറാഴ്ചയായതിനാൽ സ്വദേശികളെ അധികമായി കാണുന്നില്ല. അവർക്കിത് വിശ്രമ ദിനമാണല്ലോ. പക്ഷേ ടൂറിസ്റ്റുകൾ തെരുവുകളെ കീഴടക്കി കഴിഞ്ഞു. ഞാൻ ദേവാലയത്തിന് മുന്നിൽ നിന്നും വീണ്ടും നടത്തം തുടർന്നു. തിരിച്ച് ലാംബ സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. സ്ട്രീറ്റിൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്ന കടകൾ മാത്രമേ തുറന്നിരിപ്പുള്ളൂ. മറ്റു സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്നു. വഴിയിൽ കണ്ടുമുട്ടുന്നതെല്ലാം ടൂറിസ്റ്റുകൾ തന്നെ. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു തെരുവ് അടച്ചുകെട്ടിയിരിക്കുന്നു. ആളുകളെയോ വാഹനങ്ങളെയോ സ്ട്രീറ്റിൽ പ്രവേശിപ്പിക്കുന്നില്ല. ഇതാണ് കാരണം. ഞാൻ രാവിലെ കണ്ട സൈക്കിൾ റേസ് നടക്കുന്ന ട്രാക്കാണ് ഈ തെരുവ്. മത്സരാർത്ഥികൾ തെരുവിനെ അങ്ങനെ ചുറ്റിക്കടന്നു പോകുന്നുണ്ട്. ജുണീൻ തെരുവിലൂടെ നീങ്ങി നഗരത്തിലെ പ്രധാന ചത്തുരമായ പ്ലാസ മയോറിനെ ചുറ്റി സൈക്ലിംഗുകാർ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരേ റൂട്ടിലൂടെ പലതവണ കടന്നു പോവുകയാണ്. ദൈർഘ്യമേറിയ ഒരു റൂട്ടല്ല മത്സരത്തിൻ്റേത്. ജൂണിൻ സ്ട്രീറ്റിലെ കെട്ടിടങ്ങളാണ് ഇത്. തെരുവ് ക്രോസ് ചെയ്യാൻ ആവാത്തതിനാൽ ഇതിലൂടെ നടന്ന് പ്ലാസ മയോർ എന്ന മെയിൻ സ്ക്വയറിലേക്ക് എത്തണം. ഞാൻ അവിടം ലക്ഷ്യമാക്കി നടത്തം തുടർന്നു. പലതവണ സൈക്ലിംഗ് താരങ്ങൾ എന്നെ കടന്നു പോകുന്നുണ്ട്. പ്ലാസ മയോറിലെത്തിയപ്പോൾ അവിടെ ടൂറിസ്റ്റുകൾ നിറഞ്ഞുകഴിഞ്ഞു. പല ടൂർ ഗൈഡുകളുടെ കൂടെ സംഘങ്ങളായി എത്തിയ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ. സ്വദേശികൾ അപൂർവം. ഇത്രയേറെ ടൂറിസ്റ്റുകൾ വന്നെത്തുന്ന ഒരു നഗരമാണ് ലിമയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് ആർച്ച് ബിഷപ്പിന്റെ കൊട്ടാരവും ലിമ കത്തീഡ്രലും. അതിനപ്പുറം നിരവധിയായ മന്ദിരങ്ങൾ. പ്ലാസ മയോറിന്റെ നടുഭാഗത്തേക്ക് പോകാൻ നിർവാഹമില്ലാത്തതാണ് പ്രശ്നം. ആർച്ച് ബിഷപ്പിന്റെ കൊട്ടാരവും ലിമ കത്തീഡ്രലും ഒരൊറ്റ കെട്ടിടം എന്ന പോലെയാണ് നിലകൊള്ളുന്നത്. പ്ലാസയെ ചുറ്റി ഞാൻ നടപ്പ് തുടർന്നു. ഇനി നഗരത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ എവിടേക്ക് പോകണമെങ്കിലും സ്ക്വയറിനെ ചുറ്റിക്കടക്കണം. ഗവൺമെന്റ് പാലസിന് മുന്നിൽ എപ്പോഴും ജനത്തിരക്ക് തന്നെ. ഡബിൾ ഡെക്കർ ബസ് ടൂറുകൾക്ക് ആളുകളെ ക്യാൻവാസ് ചെയ്തു നടക്കുന്നവരുമുണ്ട് കൂട്ടത്തിൽ. സ്ക്വയറിന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്ക് ഏതാണ്ടൊരു സമാന രൂപവും നിറവുമാണ്. അടുത്ത കാലത്താണ് ഇവയെല്ലാം ഈ വിധം സുന്ദരമായി പുനരുദ്ധരിച്ചത്. സ്പാനിഷ് കൊളോണിയൽ കാലത്തും പെറു സ്വതന്ത്രമായതിന്റെ ആദ്യ ദശകങ്ങളിലുമെല്ലാം പണിത കെട്ടിടങ്ങളാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണ് കൂടുതലും. ചത്തുരക്കോണിലെ പ്ലാസ പെറു എന്ന ഭാഗമാണിത്. മനോഹരമായി പുനരുദ്ധരിച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെയെല്ലാം താഴത്തെ നിലയിൽ ഇങ്ങനെ ഒരു വരാന്തയുണ്ട്. പൊതുജനത്തിന് യഥേഷ്ടം ഉപയോഗിക്കാവുന്ന വിധം തുറന്നിട്ടിരിക്കുകയാണിത്. ഇവിടെയും സ്വദേശികൾ വളരെ കുറച്ചേയുള്ളൂ. സൈക്ലിംഗ് മത്സരം അവസാനിച്ചിരിക്കുന്നു. പങ്കെടുത്ത് പരാജിതരാകാം കുറച്ചുപേർ സൈക്കിൾ ഒതുക്കിവെച്ച് കിതപ്പാറ്റുന്നു. സ്റ്റേജിലാകട്ടെ സമ്മാനദാന ചടങ്ങുകളാണ് നടക്കുന്നത്. ഓരോ ടീമിലെയും അംഗങ്ങൾക്ക് സമ്മാനം നൽകുന്നു. അവരെ നിരത്തി നിർത്തി ഫോട്ടോ എടുക്കുന്നു. മത്സരം കഴിഞ്ഞതിനാൽ പ്ലാസ മയോറിനു ചുറ്റുമുണ്ടായിരുന്ന ബാരിക്കേഡുകൾ അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഞാൻ ചതുരമധ്യത്തിലേക്ക് ഇറങ്ങി. പെറുവിന്റെ ടീമാണിത്. അവർ പരാജയപ്പെട്ടിരിക്കുന്നു. സൈക്കിൾ പുൽത്തകിടിയിൽ മറിച്ചിട്ടും മറ്റും ടീം അംഗങ്ങൾ വിശ്രമിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ കണ്ട പ്ലാസ മയോർ ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ കാണുമ്പോൾ കൂടുതൽ മനോഹരമാണെന്ന് എനിക്ക് തോന്നി. കൊളോണിയൽ കാലത്തും സ്വാതന്ത്ര്യാനന്തരവും പട്ടാള പരേഡുകൾ നടന്നിരുന്ന ഇടമാണിത്. 1821 ജോസ് ഡി സാൻ മാർട്ടിൻ പെറു സ്വതന്ത്രമായതായി പ്രഖ്യാപിച്ചത് ഈ പ്ലാസയിൽ വെച്ചാണ്.
അന്ന് സ്വതന്ത്ര പെറുവിന്റെ ദേശീയ പതാകയുമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്ലാസയിലൂടെ ഒരു വൻ പരേഡ് നീങ്ങുകയും ചെയ്തു. അതിനൊക്കെ സാക്ഷിയാണ് ഈ ലിമ കത്തീഡ്രൽ. 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പ്ലാസ മയോറിലെ പ്രധാന ആകർഷണം ഈ കത്തീഡ്രലാണ്. പ്രാധാന്യത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം പോലും ലിമ കത്തീഡ്രലിന് പിന്നിലാണ്. കൊളോണിയൽ കാലത്ത് പ്ലാസയുടെ ഒരു ഭാഗത്ത് വലിയൊരു മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നു. കാളപ്പോരിനുള്ള ഒരു റിംഗും ഇവിടെ ഉണ്ടായിരുന്നു. ലിമയുടെ മാത്രമല്ല, പെറുവിന്റെ തന്നെ പ്രധാന രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ എല്ലാം വേദി എന്ന നിലയിൽ പ്ലാസ മയോർ പ്രശസ്തമാണ്. ലിമയെ സ്പെയിനിലെ പ്രധാന നഗരങ്ങളെപ്പോലെ ഒരുക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരം സ്ഥാപിതമായ 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഇങ്ങനെയൊരു ചത്തുരം ഇവിടെ സജ്ജീകരിച്ചത്. ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന കാര്യാലയങ്ങളും അക്കാലത്ത് പ്ലാസ മയോറിന് ചുറ്റിലുമായിരുന്നു. കത്തോലിക്ക സഭയ്ക്ക് ഭരണത്തിന്മേൽ വലിയ സ്വാധീനമുണ്ടായിരുന്നതിനാൽ ലിമ കത്തീഡ്രലും ബിഷപ്പിന്റെ കൊട്ടാരവുമായി പ്ലാസയിലെ കേന്ദ്രസ്ഥാനം. കുറ്റവാളികളെ പരസ്യമായി ശിക്ഷിക്കുന്ന ഒരിടവുമായിരുന്നു പ്ലാസ. 1573 നവംബർ 15-നാണ് അത്തരത്തിലുള്ള ആദ്യ ശിക്ഷാവിധി ഇവിടെ നടന്നത്. ഫ്രഞ്ചുകാരനായ ലൂതറൻ സന്യാസി മത്തേവൂസ് സലാദയെ അന്ന് വൻ ജനക്കൂട്ടത്തിനു നടുവിൽ വെച്ച് ജീവനോടെ ചുട്ടെരിച്ചു. സ്പാനിഷ് കൊളോണിയൽ കാലത്ത് ഇവിടെ നടന്ന ആദ്യ വധശിക്ഷയായിരുന്നു അത്. കൊളോണിയൽ കാലത്ത് ലിമയിലെ സമ്പന്നതയുടെ കേന്ദ്രസ്ഥാനമായിരുന്നു ഈ ദേവാലയവും അനുബന്ധമായുള്ള ആർച്ച് ബിഷപ്പിന്റെ കൊട്ടാരവും. ഭരണപരമായ കാര്യങ്ങളിൽ പള്ളിയുടേതായിരുന്നു അവസാന വാക്ക്. സ്വാതന്ത്ര്യാനന്തരവും ആ സ്വാധീനത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ലെന്നത് മറ്റൊരു കാര്യം. നിരവധി ക്രിസ്തീയ ദേവാലയങ്ങളുള്ള നഗരമാണ് ലിമ. എല്ലാ തെരുവിലും ഓരോ പള്ളിയെങ്കിലുമുണ്ട്. ഇവിടെ പ്രധാന കത്തീഡ്രലിൽ ഞായറാഴ്ച ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. എന്നാൽ തൊട്ടടുത്തുള്ള പാരിഷ് ചർച്ച് തുറന്നു കിടക്കുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് കയറി. താരതമ്യേന ചെറിയൊരു പള്ളി. എങ്കിലും ചുമരുകളും മറ്റുമെല്ലാം അലങ്കാര സമൃദ്ധമാണ്. ലോഹമുട്ടുകൾ തറച്ച മരവാതിൽ പള്ളിയിലെ ഒരു വിശേഷ കാഴ്ച. കൂറ്റൻ മരവാതിൽ. അത് കടന്ന് പുറത്തിറങ്ങി ആർച്ച് ബിഷപ്പിന്റെ കൊട്ടാരത്തിനരികിലൂടെ ഞാൻ നടത്തം തുടർന്നു. ഭിത്തിയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മര ബാൽക്കണികൾ ഒരു വിശേഷ കാഴ്ച. ലിമയിലെ മിക്ക കെട്ടിടങ്ങളിലും കാണാം ഇത്തരത്തിലുള്ള മനോഹര ബാൽക്കണികൾ. സ്പാനിഷ് കുടിയേറ്റക്കാലത്ത് പെറുവിലേക്കെത്തിയ വാസ്തുവിദ്യാശൈലിയുടെ ഭാഗമാണ് കൊത്തുപണികളോട് കൂടിയ ഈ ബാൽക്കണികൾ. അതാകട്ടെ ഇപ്പോൾ ലിമ നഗരത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. മോറിഷ് പാരമ്പര്യത്തിൽ നിന്നുമാണ് സ്പെയിനിൽ ഇത്തരം ബാൽക്കണികൾ ഉണ്ടാവുന്നത്. ആർച്ച് ബിഷപ്പിന്റെ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് ഞാൻ പ്ലാസ മയോറിനെ മൊത്തമായി ഒന്ന് കാണുകയാണ്. ലിമ എന്ന മഹാനഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചത്തുരമാണിത്. 4.5 നൂറ്റാണ്ടിലേറെയായി സജീവതയോടെ നിലനിൽക്കുന്ന ചത്തുരം. ഇത് പ്രസിഡന്റിന്റെ കൊട്ടാരം. ഒരു ഭാഗത്ത് ഫൗണ്ടനോട് കൂടിയ പ്ലാസ പെറു. രാവിലെ പോലീസ് തീർത്ത ബാരിക്കേഡുകൾ എടുത്തു മാറ്റിയതോടെ പ്ലാസയിൽ ജനം നിറഞ്ഞു കഴിഞ്ഞു. ഞാൻ പ്ലാസ പെറുവിനെ ചുറ്റി വീണ്ടും ഒരിക്കൽ കൂടി യൂണിയൻ സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ്. വാഹന ഗതാഗതമില്ലാത്ത തെരുവാണ് യൂണിയൻ സ്ട്രീറ്റ്. നേരം ഉച്ചയോടടുത്തതിനാലാണ് ഈ തെരുവുകളിൽ അധികം ആളുകളെ കാണാത്തത്. മാത്രമല്ല, മറ്റു ചില തെരുവുകളിൽ ചില പരേഡുകൾ നടക്കുന്നുമുണ്ട്. പ്രസിദ്ധമായ ബാറ്റിൽ ഓഫ് അൻഗാമോസിന്റെ വാർഷികാചരണ ദിനത്തിന്റെ ഭാഗമായുള്ള പരേഡുകൾ. തെരുവിന്റെ അങ്ങേയറ്റത്തു നിന്നും ബാൻഡ് മേളം കേട്ടാണ് ഞാനും അവിടേക്ക് ചെല്ലുന്നത്. അവിടെ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുമുണ്ട്. ബാൻഡ് മേളക്കാരായ കുറച്ചുപേർ ഡ്രമ്മുകൾ ഇറക്കിവെച്ച് ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. വർണ്ണാഭമായ പരേഡിന്റെ വിശ്രമവേളയാണ്. നർത്തകരും ഇൻക ഭടന്മാരുടെ വേഷമണിഞ്ഞവരുമെല്ലാം വിശ്രമിക്കുന്നു. ലാറ്റിൻ അമേരിക്കയിലെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇത്തരം പരേഡുകളും ആഘോഷങ്ങളുമെല്ലാം. ധനികരെന്നോ ദരിദ്രരെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ പരേഡുകളിൽ പങ്കുചേരുന്നു. ഇതാണ് ഇൻക സ്ത്രീകളുടെ വേഷം. വീണ്ടും പരേഡ് തുടങ്ങാനായി കാത്തുനിൽക്കുകയാണ് എല്ലാവരും.
ആഘോഷം എന്തുതന്നെയുമാകട്ടെ, ഒരു പരേഡ് ഇവർക്ക് നിർബന്ധമാണ്. നാട്ടുകാരായ കാഴ്ചക്കാർ അധികമുണ്ടാവില്ല. അവരെല്ലാം ഓരോ തരം വേഷമണിഞ്ഞ് പരേഡിന്റെ ഭാഗമായിരിക്കുകയാണല്ലോ. വേഷവിധാനങ്ങൾ ഗംഭീരമാണ്. ചിലർ വിയർത്തു കുളിച്ചാണ് വേഷത്തിനകത്ത് നിൽക്കുന്നത്. അവർ അലങ്കാര വസ്ത്രങ്ങൾ അഴിച്ച് താഴ്ത്തിവെച്ചിരിക്കുന്നു. അകത്തണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളും നനഞ്ഞൊട്ടിയിട്ടുണ്ട്. ഉച്ചച്ചൂടിൽ ഈ വസ്ത്രങ്ങളണിഞ്ഞ് നടക്കുക എന്നത് അല്പം ശ്രമകരമാണ്. നർത്തകരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ചില ടൂറിസ്റ്റുകൾ. ലിമ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ നഗരങ്ങളിലെത്തുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു ഘടകം ഇത്തരം പരേഡുകൾ തന്നെയാണ്. യൂറോപ്യൻ അധിനിവേശക്കാരുടെ പാരമ്പര്യവും ലാറ്റിൻ അമേരിക്കയിലെ ഓരോ പ്രദേശത്തെയും ഗോത്ര പാരമ്പര്യവും കൂടിച്ചേർന്നാണ് ഇത്തരം ഓരോ നാട്ടിലും നൃത്തവും ഘോഷയാത്രാ രീതികളുമെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെറുവിലെ പരേഡുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ബ്രസീലിലെ പരേഡ്. അർജന്റീനയിലും ചിലിയിലുമൊക്കെ അത്തരം വ്യത്യസ്ത രീതികൾ പ്രകടമാണ്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. പരേഡ് പുനരാരംഭിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. നർത്തകർ വേഷങ്ങൾ വീണ്ടും കെട്ടിമുറുക്കി തുടങ്ങി. പല ബാൻഡ് സെറ്റുകൾ, പല നൃത്തസംഘങ്ങൾ. സ്ത്രീകളുടെ സംഘങ്ങൾ വേറെ. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നവർ. അപൂർവമായ ഒരു കാഴ്ചയായതുകൊണ്ട് യൂണിയൻ സ്ട്രീറ്റിന്റെ പല ഭാഗങ്ങളിലായി നിൽക്കുന്ന സംഘങ്ങൾക്കിടയിലൂടെ ഞാൻ ക്യാമറയുമായി നടത്തം തുടർന്നു. പരമാവധി ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തണം. ഇവിടെ ഒരു കൂട്ടർ ചുവടുവെച്ച് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. താളനിബദ്ധമാണ് ചുവടുകൾ. കൃത്യമായ പരിശീലനം ഇതിന് പിന്നിലുണ്ടെന്ന് വ്യക്തം. വിസിൽ മുഴക്കിക്കൊണ്ട് ഒരാൾ മുൻനിരയിൽ. എല്ലാവരുടെയും കൈവശം ഓരോ പാവകളുണ്ട്. ഒരുതരം റാറ്റിൽ ഇൻസ്ട്രുമെന്റാണത്. അത് ഒരുമിച്ച് കറക്കി ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ളവർ നൃത്തം തുടങ്ങിയിട്ടില്ല. വർഷത്തിൽ മെയ് ഒഴികെയുള്ള എല്ലാ മാസങ്ങളിലും സ്ട്രീറ്റ് പരേഡുകൾ നടക്കുന്ന രാജ്യമാണ് പെറു. വിശുദ്ധന്മാരുടെ തിരുനാൾ, നഗരസ്ഥാപന ദിനം, സ്വാതന്ത്ര്യദിനം, യുദ്ധങ്ങളുടെ ഓർമ്മദിനം എന്നിങ്ങനെ പല വേളകളിലും ഇവിടെ വർണ്ണാഭമായ പരേഡുകൾ പതിവാണ്. 2 ദശകം മുൻപ് വരെയും ചില സംഘടനകളിലെയും സൗഹൃദ കൂട്ടായ്മകളിലെയും ക്ലബ്ബുകളിലെയും അംഗങ്ങൾ പ്രത്യേകം പരിശീലിച്ച് വേഷങ്ങളും സംഘടിപ്പിച്ച് പരേഡിൽ പങ്കുചേരുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു. ബാൻഡ് സെറ്റും വേഷക്കാരെയും വാടകയ്ക്ക് ലഭിക്കും. നമ്മുടെ നാട്ടിലെ കാവടിയാട്ട സംഘങ്ങളെപ്പോലെയാണിവർ. ഇക്കാണുന്ന ഓരോ സംഘത്തെയും ഏതെങ്കിലും ഒരു സ്ഥാപനമോ സംഘടനയോ സ്പോൺസർ ചെയ്യുന്നതാണ്. ഏതായാലും എന്റെ ക്യാമറയ്ക്ക് ഇത് നല്ലൊരു വിരുന്നായി. വർഷത്തിൽ 30-ലേറെ ദിവസങ്ങളിൽ പെറുവിലെ പട്ടണങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ട്രീറ്റ് പരേഡുകൾ നടക്കുന്നുണ്ട്.
പൊതുവായുള്ള ആഘോഷങ്ങളുടെ കാര്യമാണത്. പ്രാദേശിക ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പരേഡുകൾ 1000-ലേറെ വരുമെന്നാണ് കണക്ക്. ലിമ നഗരത്തിൽ മാത്രമായി നടക്കുന്ന ചില പരേഡുകളുണ്ട്. ജനുവരി 18-നാണത്. ലിമ നഗരം സ്ഥാപിതമായതിന്റെ ഓർമ്മ പുതുക്കുന്ന പരേഡ്. ലിമയിൽ വർഷം മുഴുവനുമുള്ള പരേഡുകളുടെ തുടക്കമാണത്. ഫെബ്രുവരിയിൽ തന്നെയാണ് പെറുവിന്റെ ദേശീയ പാനീയമായ പിസ്കോസോറിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ആഘോഷങ്ങളും പരേഡും രാജ്യമെങ്ങും നടക്കുന്നത്. പെറുവിന്റെ കാർണിവലും ഫെബ്രുവരിയിലാണ്. രാജ്യത്തെ എല്ലാ പട്ടണങ്ങളിലും കാർണിവൽ ആഘോഷവും സ്ട്രീറ്റ് പരേഡും നടക്കുന്നു. മാർച്ചിൽ മുന്തിരി വിളവെടുപ്പ് ഉത്സവം, ജൂണിൽ സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾസ് ഡേ, ഓഗസ്റ്റിൽ സാന്താ റോസ ദിനം, ഒക്ടോബറിൽ ഈ നടക്കുന്ന ബാറ്റിൽ ഓഫ് അൻഗാമോസ് ദിനാഘോഷം എന്നിങ്ങനെ പോകുന്നു സ്ട്രീറ്റ് പരേഡ് നടക്കുന്ന ആഘോഷങ്ങൾ. ഒക്ടോബറിൽ തന്നെ ലിമയുടെ തെരുവുകളെ ജനസമുദ്രമാക്കുന്ന മറ്റൊരു പരേഡ് നടക്കുന്നു. ലോർഡ് ഓഫ് മിറക്കിൾ ഡേയോടനുബന്ധിച്ചുള്ളതാണത്. ഇത്തരം പരേഡുകൾക്കെല്ലാം ആധാരമാകുന്ന ആഘോഷങ്ങൾക്ക് പിന്നിൽ ഒരു ചരിത്രകഥയോ ഐതിഹ്യമോ ഉണ്ടാകും. കടൽ യുദ്ധത്തിലെ വീരനായിരുന്ന അഡ്മിറൽ മിഗ്വേൽ ഗ്രാവുവിനെ സ്മരിക്കാനുള്ള പരേഡാണ് ഇത്. ബാറ്റിൽ ഓഫ് അൻഗാമോസിലെ വീരനായകനാണ് അഡ്മിറൽ ഗ്രാവു. പരേഡ് പൂർണ്ണതോതിൽ നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു സംഘത്തിനൊപ്പം ഇങ്ങനെ ഒരു പ്രധാന നർത്തകിയുണ്ട്. കുഞ്ഞുടുപ്പുകാരിയായ യുവതി. ഇവരുടെ നൃത്തത്തിന് ഇങ്ങനെ ചില ചുവടുകളേയുള്ളൂ. അതങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കീ കൊടുത്തുവിട്ട പാവകൾ കണക്കെ അവരങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും അലങ്കാര സമൃദ്ധമായ വേഷവും എല്ലാവരും ഒരുമിച്ചുള്ള ചുവടുവെപ്പുമെല്ലാമാകുമ്പോൾ ഇതിനൊരു പ്രത്യേക ചന്തമുണ്ട്. ഇൻക ഗോത്ര പാരമ്പര്യത്തിൽ നിന്നും വന്ന വേഷങ്ങളാണ് പലതും. പലതരം യൂണിഫോം ധരിച്ച പല ബാൻഡ് സംഘങ്ങൾ. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും നൃത്തസംഘങ്ങൾ. ലാറ്റിൻ അമേരിക്കയിൽ വന്ന അവസരങ്ങളിലെല്ലാം എനിക്ക് ഇത്തരമൊരു സ്ട്രീറ്റ് പരേഡെങ്കിലും കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പനാമയിൽ മാത്രമാണ് പരേഡ് കാണാനാവാഞ്ഞത്. ഒരിക്കൽ അർജന്റീനയിൽ ചെന്നപ്പോൾ അതിവിപുലമായ ഒരു പരേഡ് കണ്ടു. അത് പക്ഷേ ആഘോഷവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. പ്രതിഷേധ പരേഡായിരുന്നു. എങ്കിലും അതിലുമുണ്ടായിരുന്നു ബാൻഡ് സെറ്റും നർത്തകരും. പ്രതിഷേധമാവട്ടെ, മതപരമായ നഗരപ്രദക്ഷിണമാകട്ടെ, വിപ്ലവമാകട്ടെ, ലാറ്റിൻ അമേരിക്കയിൽ ബാൻഡ് മേളവും വർണ്ണാഭമായ വേഷത്തോടെയുള്ള നൃത്തവും പതിവാണ്. സംഗീതവും നൃത്തവും ഇവരുടെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമാണ്. ക്യാമറയുമായി ഞാൻ നർത്തകരുടെയും മേളക്കാരുടെയും സംഘങ്ങൾക്കിടയിലൂടെ നടന്നു. പെറുവിലെ പല ആഘോഷങ്ങൾക്കും പിന്നിലുള്ള ഐതിഹ്യങ്ങൾ രസകരമാണ്. ലോർഡ് ഓഫ് മിറക്കിൾസ് ഡേയിലാണ് ലിമയിൽ ഏറ്റവും വിപുലമായ പരേഡുകളിലൊന്ന് അരങ്ങേറുന്നത്. ആ ദിനത്തെക്കുറിച്ചുള്ള കഥ ഇതാണ്. സ്പാനിഷ് കോളനിക്കാലം. ആഫ്രിക്കയിൽ നിന്നും ലിമയിലെത്തിയ ഒരടിമ ക്രിസ്തുവിശ്വാസിയായി. നഗരത്തിലെ ഒരു കെട്ടിടച്ചുവരിൽ അയാൾ കരിക്കട്ട കൊണ്ട് യേശുക്രിസ്തുവിന്റെ ഒരു ചിത്രം വരച്ചു. കറുത്ത ക്രിസ്തു. പലരും ആ ചിത്രം മായ്ച്ചു കളയാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ആയിടെ നഗരത്തെ ആകെ ഇളക്കിമറിച്ച ഒരു ഭൂകമ്പത്തിൽ കെട്ടിടങ്ങളെല്ലാം തകർന്നു. പക്ഷേ ക്രിസ്തുവിന്റെ ചിത്രമുള്ള മതിൽ മാത്രം അവശേഷിച്ചു. വാമൊഴിയായി പകർന്നു കിട്ടിയ ആ സംഭവ വിവരണമാണ് ലോർഡ് ഓഫ് മിറക്കിൾ ദിനാചരണത്തിനും വലിയ ഘോഷയാത്രയ്ക്കും ആധാരം. ഞാൻ യൂണിയൻ സ്ട്രീറ്റിലേക്ക് തിരികെ എത്തി. ഈ സ്ട്രീറ്റിലൂടെ നേരെ പോയാൽ ഗവൺമെന്റ് പാലസിന്റെ പിൻഭാഗത്തേക്കെത്തും. അവിടം ലക്ഷ്യമാക്കിയാണ് എന്റെ നടത്തം. അവിടെ നിന്നും റിമാക് ഡിസ്ട്രിക്റ്റിലേക്ക് പോകണം.
റിമാക് നദിയുടെ മറുകരയിലുള്ള ലിമ പട്ടണത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമാണത്. ഗവൺമെന്റ് പാലസിന്റെ തെക്കുവശത്തുകൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. പെറുവിന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ഗവൺമെന്റ് പാലസ് എത്ര ബൃഹത്തും മനോഹരവുമായ നിർമ്മിതിയാണെന്ന് ഇവിടെ കണ്ടറിയാം. പ്രൗഢമായ കൊട്ടാരം, 4.5 നൂറ്റാണ്ടിലേറെയായി ഭരണസിരാകേന്ദ്രവുമാണിവിടം. സ്പാനിഷ് കോളനിക്കാലത്ത് ലാറ്റിൻ അമേരിക്കയുടെ വലിയൊരു മേഖലയുടെ ഭരണം നിയന്ത്രിക്കപ്പെട്ടിരുന്നത് ഇവിടെ നിന്നുമായിരുന്നു. ഇവിടെ ഇങ്ങനെയൊരു ഭാഗമുണ്ട്. വലിയൊരു കെട്ടിടത്തിനകമാണെന്ന് തോന്നും. ശരിക്കും ഇതൊരു ഇടത്തെരുവാണ്. ഇരുവശത്തും ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ. ഈ വഴിയിലൂടെ നേരെ നടന്നാൽ സെന്റ് ഡൊമിംഗോ ദേവാലയവും കോൺവെന്റുമെല്ലാമുള്ള ഭാഗത്തേക്കെത്താം. തെരുവിന്റെ ഓരങ്ങളിൽ ഫുഡ് കോർട്ടുകൾ വരെയുണ്ട്. ഞാൻ വീണ്ടും യൂണിയൻ സ്ട്രീറ്റിലേക്ക് കയറി വന്നു. പെഡസ്ട്രിയൻ സ്ട്രീറ്റാണിത്. കല്ലുപതിച്ച വഴി, പ്രത്യേക ചന്തമുള്ള വിളക്കുകാലുകൾ. ഈ സ്ട്രീറ്റ് ചെന്നെത്തുക റിമാക് നദിയുടെ തീരത്താണ്. ഇവിടെ റിമാക് നദിക്ക് കുറുകെ ഒരു പാലമുണ്ട്. അത് കടന്നാൽ റിമാക് ഡിസ്ട്രിക്റ്റിലേക്കെത്താം. അതും ലിമയുടെ ഒരു പുരാതന നഗരഭാഗമാണ്. റിമാക് ഡിസ്ട്രിക്റ്റിലേക്ക് പോകണം. ലിമയുടെ പുതിയ ചില കാഴ്ചകളിലേക്ക് ഞാൻ നടത്തം തുടർന്നു.